നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. പ്രഭാത വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPIM നേതാവ് PV സത്യനാഥിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അഭിലാഷിനെ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. കൊയിലാണ്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. പ്രതിക്കായി 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത. പ്രതി അഭിലാഷിനെ കോടതി ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. വ്യക്തിവൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. കൃത്യം നടത്താൻ ആരെങ്കിലും സഹായിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആറ്റുകാൽ പൊങ്കാല നാളെ. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ വ്രതം നോറ്റ് കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ. നഗരത്തിൽ പൊങ്കാലടുപ്പുകൾ നിരന്നു തുടങ്ങി. നിരവധി ഭക്തജനങ്ങളാണ് ദർശനം നടത്താൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന്റെയും ബന്ധുജനങ്ങളെ സ്വീകരിക്കുന്നതിന്റെയും തിരക്കിലാണ് തലസ്ഥാന നഗരി. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. നാളെ രാവിലെ 10:00 പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ്. പൊങ്കാല ദിവസം നഗരത്തിലാകെ 3500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഗതാഗത ക്രമീകരണം ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം DCP നിതിൻ രാജ് അറിയിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചതു മുതൽ പോലീസ് സുസജ്ജമാണ്. നഗരത്തിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്തും സുരക്ഷ ശക്തമാണ്. 3500ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് പൊങ്കാല ദിവസം നഗരത്തിലാകെ സുരക്ഷയൊരുക്കുന്നത്. നഗരത്തിലെ റോഡുകളെ 4ആയി തിരിച്ചാകും ഗതാഗത ക്രമീകരണമെന്ന് തിരുവനന്തപുരം DCP നിതിൻ രാജ് P. പൊങ്കാലക്ക് ഉപയുക്തമായ രീതിയിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന റോഡുകൾ, വാഹന ഗതാഗതം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന റോഡുകൾ, വാഹന ഗതാഗതവും ഒപ്പം പൊങ്കാല അടുപ്പുകളും കൂടെ ക്രമീകരിക്കാൻ പറ്റുന്ന റോഡുകൾ, ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകൾ എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള റോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലെ ചില റോഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മുന്നിൽ കണ്ടുള്ള ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കുന്നുണ്ട്. ഷാഡോ പോലീസിന്റെ നിരീക്ഷണം, മഫ്തി പെട്രോളിംഗ്, ബൈക്ക് പെട്രോളിംഗ് തുടങ്ങി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും പൊങ്കാല ദിവസം ഉണ്ടാകും. വലിയ രീതിയിൽ ഭക്തജനങ്ങൾ വരുന്ന ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഷാഡോ പോലീസിൻ്റെയും മഫ്തി പെട്രോളിങ്ങിൻ്റെയും ഫുഡ് പെട്രോളിങ്ങും ബൈക്ക് പെട്രോളും വെഹിക്കിൾ പെട്രോളിങ്ങും എന്ന രീതിയിലേക്കുള്ള ഇൻറ്റൻസീവായിട്ടുള്ള മഫ്തിയിലും യൂണിഫോമിലുമായിട്ടുള്ള പോലീസിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ഏകദേശം 3500ഓളം വരുന്ന പോലീസ് ഡിപ്ലോയ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പൊങ്കാല ദിവസം പോലീസ് ഒരുക്കുന്നത്. 24 തിരുവനന്തപുരം. ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തുന്നവർ നേരിടേണ്ട പ്രധാന വെല്ലുവിളി കത്തുന്ന ചൂടാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആറ്റുകാൽ പൊങ്കാല ഇങ്ങെത്തി. കൊടും ചൂടത്ത് കുടച്ചൂടിയല്ലാതെ ഭക്തരെങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുക? പ്രതിസന്ധികൾ പലതാണ്. വെയിലുൾപ്പെടെ പല പ്രതിസന്ധികളും തരണം ചെയ്തു വേണം ഭക്തർ പൊങ്കാല സമർപ്പിക്കാൻ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ബാക്കി നിൽക്കുന്നത് ഇനി ഒരു ദിനം മാത്രം. ലക്ഷക്കണക്കിന് ഭക്തർ പൊങ്കാലയർപ്പിക്കാൻ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. അവധി ദിനം കൂടിയായതിനാൽ വിശ്വാസികളേറുമെന്നുറപ്പ്. മറ്റു ജില്ലകളിൽ നിന്ന് പോലും ഭക്തർ 2 ദിവസത്തിന് മുന്നേ എത്തി നഗരവീഥികളിൽ അടുപ്പും വാസവും ഉറപ്പിച്ചു. ഞങ്ങള് 2 ദിവസം മുന്നേ വന്നത് ഇവിടെ ഇപ്പം ഞങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ അവിടേക്ക് പോയി തൊഴാന്നുള്ളതിലാണ്. ഏതായാലും ഇത്ര ദൂരത്ത് നിന്ന് വരികയല്ലേ, അപ്പം അവിടേക്ക് ഒന്ന് പോയി തൊഴാന്നുള്ള ഉദ്ദേശത്തിൽ നേരത്തെ വന്നതാണ്. അതെല്ലാം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കൊടും വേനലിലാണ് സംസ്ഥാനം. ജില്ലയിലും സ്ഥിതി മറ്റൊന്നല്ല. പൊങ്കാല ദിവസവും ചൂട് കടുക്കുമെന്നുറപ്പ്. വിശ്വാസികൾക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിന് ജില്ലാ മെഡിക്കൽ ടീമും സജ്ജം. ഡോക്ടറും ആംബുലൻസും ഉൾപ്പെടെ
പ്രത്യേക മെഡിക്കൽ ടീം നഗരത്തിൽ പലയിടങ്ങളിലുണ്ടാകും. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്കാല കഴിഞ്ഞ് ആൾക്കാർ തിരിച്ചു പോകുന്ന സമയം വരെ മെഡിക്കൽ ടീം രാവിലെ തൊട്ട് വൈകിട്ട് വരെ, അതായത് രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ 2 ഷിഫ്റ്റായിട്ട് ഡോക്ടർമാരും ഒരു ഡോക്ടറും ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റും ഒരു സ്റ്റാഫ് നഴ്സും അടങ്ങിയ ടീം രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഉണ്ടാവും. പിന്നെ ഒരു കൺട്രോൾ റൂം 24 മണിക്കൂറും അവിടെ പ്രവർത്തനമുണ്ട്. ഇവിടെ DMO ഓഫീസിൽ ഒരു കൺട്രോൾ റൂം പ്രവർത്തനമുണ്ട്. സുരക്ഷ ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജാഗ്രത പുലർത്തുന്നുണ്ട്. കടുത്ത വേനലും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികൾ ഉൾപ്പെടെ പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെയെല്ലാം തൃണവൽഗണിച്ച് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കാൻ വിശ്വാസികൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായി കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കാൻ ഭക്തർ 2 ദിവസം മുമ്പേ തന്നെ എത്തിക്കഴിഞ്ഞു. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായെന്ന ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റും സർക്കാർ വകുപ്പുകളും മാറി മാറി പറയുന്നുമുണ്ട്. ക്യാമറാമാൻ നന്ദകിഷോറിനോടൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2-നാണ് മകം ദർശനത്തിനായി നട തുറക്കുക. തുടർന്ന് 7 ആനകൾ അണിനിരക്കുന്ന മകം എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 10:30 വരെ ദർശനത്തിന് സൗകര്യമുണ്ടാകും. മുൻ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഇത്തവണ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ദർശനത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂ ക്രമീകരിക്കും. തിരക്ക് നിയന്ത്രിക്കാൻ 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി ക്ഷേത്രത്തിലും പരിസരത്തും 80-ലധികം CCTV ക്യാമറകളും സ്ഥാപിച്ചു. നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ച ഷമീറയുടെ മരണത്തിൽ അക്യുപങ്ചറിസ്റ്റ് ഷിഹാബുദ്ദീന്റെ പങ്ക് സ്ഥിരീകരിച്ച് പോലീസ്. മരിക്കുന്നതിന് തലേന്നും ഷമീറയ്ക്ക് ഷിഹാബുദ്ദീൻ അക്യുപങ്ചർ പരിചരണം നൽകി എന്നാണ് കണ്ടെത്തൽ. ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു. വിശദാംശങ്ങളുമായി അഖിൽഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അഖിൽഷാ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ഷിഹാബുദ്ദീനെതിരെ കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ ശക്തമായ തെളിവുകൾ അത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയത്. ഏറ്റവും പ്രധാനമായിട്ടും ഇന്നലെ ഈ ഷിഹാബുദ്ദീനെയും ഒപ്പം ഈ മരിച്ച യുവതിയുടെ ഭർത്താവായ നയാസിനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് വ്യക്തമാക്കാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പോലീസ് പറയുന്ന ഒരു കാര്യം, ഈ ഷിഹാബുദ്ദീനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും സ്ഥിരമായി ഈ നയാസിന്റെ വീട് സന്ദർശിക്കുമായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി, അതായത് ഈ പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ അക്യുപഞ്ചർ ചികിത്സ ഈ നിയാസിന്റെ ഭാര്യ, അതായത് മരിച്ച യുവതിയായ ഷബീറയ്ക്ക് നൽകുന്നുണ്ടായിരുന്നു. ഈ മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസവും ഇയാൾ, അതായത് ഈ ഷിഹാബുദ്ദീൻ ഇദ്ദേഹത്തിന്റെ നയാസിന്റെ വീട്ടിലെത്തുകയും അക്യുപഞ്ചർ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആശുപത്രിയിൽ പോലും പോകാതെ വീട്ടിലൊരു പ്രസവം നടക്കുകയും അതേ തുടർന്ന് ഈ അമ്മയും കുഞ്ഞും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് വളരെ ശക്തമായ തെളിവുകൾ ശേഖരിച്ചു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഷിഹാബിനെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് ഇന്നാകും പോലീസ് കടക്കുക. ശരി, അഖിൽഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ചട്ടവിരുദ്ധമായി നിയമനം നേടി എന്ന് കാണിച്ച് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലർമാരുടെ ഹിയറിംഗ് ഇന്ന് രാജ്ഭവനിൽ വെച്ചാണ്. കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല VC-മാരുടെ ഹിയറിംഗ് നടക്കുക. VC-മാർ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കോ ഹിയറിംഗിൽ പങ്കെടുക്കാം. ഹിയറിംഗിന് എത്താൻ അസൗകര്യമുണ്ട് എന്ന് കാണിച്ച് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ MV നാരായണൻ രാജ്ഭവനെ സമീപിച്ചിരുന്നു. എന്നാൽ ഹിയറിംഗ് മാറ്റാൻ കഴിയില്ല എന്നറിയിച്ച ഗവർണർ ഓൺലൈനിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചു. ഗവർണർ നോട്ടീസ് നൽകിയിരുന്ന കേരള, MG, കുസാറ്റ്, മലയാളം VC-മാർ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചതിനാൽ ഹിയറിംഗിൽ പങ്കെടുക്കേണ്ടതില്ല. KTU, കണ്ണൂർ ഫിഷറീസ് VC-മാർക്ക് കോടതി വിധി പ്രകാരം പദവി നഷ്ടപ്പെട്ടിരുന്നു. ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷമാകും തുടർ നടപടി സംബന്ധിച്ച റിപ്പോർട്ട് രാജ്ഭവൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്ന കർണാടകയിലെ നാഗർഹോള വനത്തിൽ തുടരുകയാണ്. കേരള വനാതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ഉൾവനത്തിലാണ് ആനയുള്ളത്. ബേലൂർ മഗ്ന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തടയാൻ കർണാടക വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. കേരളത്തിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ കേരള വനം വകുപ്പും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ കേരള കർണാടക അതിർത്തി മേഖലകളിൽ പട്രോളിംഗ് ശക്തമാക്കി. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനത്തിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് തടയണകൾ നിർമ്മിച്ച വനം വകുപ്പ്. കാസർഗോഡ് ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായ മേഖലകളിൽ ഉൾവനത്തിലാണ് തടയണകൾ ഒരുക്കിയത്. വേനൽ കടുത്തതോടെ വെള്ളം തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതാണ് പ്രധാന പ്രശ്നം. സോളാർ വേലി പോലും ഭേദിച്ചാണ്
കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത്. ഇത് തടയുകയാണ് വനം വകുപ്പിന്റെ ലക്ഷ്യം. അതിൻ്റെ അകത്ത് ഏകദേശം 22 ആനകളുണ്ട് നിലവിൽ. അപ്പം അത് ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പുറത്ത് ചാടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വനം വകുപ്പ് അതിൻ്റെ അകത്ത് തന്നെ വെള്ളം കിട്ടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 6ഓളം ചെക്ക് ഡാമുകൾ ചെറിയ തടയങ്ങളിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഏകദേശം 300 മീറ്ററോളം ഈ വേനൽക്കാലത്ത് മുഴുവനായിട്ട് വെള്ളം കിട്ടുന്ന രൂപത്തിൽ നമ്മളതിന് സജ്ജീകരിച്ചിട്ടുണ്ട്. നിശ്ചിത ദൂരപരിധി കണക്കാക്കിയാണ് തടയണകൾ ഒരുക്കിയത്. പൂർണ്ണമായും പ്രകൃതിദത്തമായ നിർമ്മാണം. ഈ സൗരവേലിയല്ല, എന്ത് വേലി നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്താലും അത് തകർത്ത് വരും. വിശപ്പല്ലേ അതുങ്ങളുടെ. അങ്ങനെയാണ് ഇതുപോലെയുള്ളൊരു ചെക്ക് ഡാമുകൾ നമ്മൾ പണിതത്. ഒരു 6 എണ്ണമാണ് നമ്മളിപ്പോൾ പണിതിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട്, ഒരാഴ്ചയൊക്കെ മേലാണ് നമ്മൾ ഇതുപോലുള്ള ഈ ചെക്ക് ഡാമുകൾ കെട്ടിയെടുത്തത്. ജില്ലയിൽ കാട്ടാന ശല്യം രൂക്ഷമായ ചാമക്കൊച്ചി, ദേലമ്പാടി, റാണിപുരം മേഖലകളിലെ വനത്തിനുള്ളിലാണ് തടയണകൾ നിർമ്മിച്ചത്. കൂടാതെ നീരുറവുകൾ കണ്ടെത്തി ശുദ്ധജലം ലഭ്യമാക്കാനുള്ള പദ്ധതിയും വനം വകുപ്പിന്റെ പരിഗണനയിലാണ്. വനത്തിനുള്ളിൽ ഈ രീതിയിൽ തടയണകൾ ഒരുക്കിയതോടെ വനാതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്കുള്ള കാട്ടാനകളുടെ വരവ് കുറഞ്ഞുവെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. ആ രീതിയിൽ ഇത് മാതൃകാപരമായ ഇടപെടലാണ്. കാസർഗോഡ് കവടിങ്കാനം വനത്തിൽ നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ടെ ഇടതനുകൂല കർഷക സംഘടനകൾ രംഗത്ത്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തുന്ന വമ്പിച്ച പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ വന്നുകൊണ്ടിരിക്കുന്നത്. വലവക്കോട് ഠാണാവ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് റെയിൽവേ കോളനിയിലെ പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തെത്തും. സമാനതകളില്ലാത്ത മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളാണ് ഓരോ ദിവസവും ജില്ലയിൽ ഉണ്ടാകുന്നത്. ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഇടത് കർഷക സംഘടനകൾ പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വനം വന്യജീവി നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ഇല്ലെങ്കിൽ വനത്തോട് ചേർന്ന് താമസിക്കുന്നവരുടെ ജീവിതം ദുസ്സഹമായി തന്നെ തുടരുമെന്ന് കർഷകർ. 100 കൊല്ലം മുമ്പുള്ളത് പരിഷ്കരിക്കുക എന്നുള്ളത് അടിയന്തരമായി വേണ്ട കാര്യമല്ലേ. ഒന്നാമതായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിന്റെ പരിഷ്കരണമാണ്. വളരെ അടിയന്തരമായി വേണ്ടതാണ്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടിയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 10 ലക്ഷവും സർക്കാർ സഹായം നൽകണമെന്നാണ് ആവശ്യം. വളർത്തുമൃഗങ്ങളെയും കന്നുകാലികളെയും നഷ്ടമായവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. 24 പാലക്കാട്. അതിരപ്പള്ളി മലക്കപ്പാറയിൽ ആദിവാസി ഒരു മൂപ്പനെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വീരൻകുടി ഊരിലെ വീരനാണ് മർദ്ദനമേറ്റത്. കാലിന് മുഖത്ത് മർദ്ദനമേറ്റ വീരൻ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2018 വീരൻകുടി ഊരിന്റെ ഇരുവശവും ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു. ഭൂമി വാസയോഗ്യമല്ലാതായതോടെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല. ഇതോടെ ഇക്കഴിഞ്ഞ 18 മലക്കപ്പാറയിൽ വനഭൂമി കയ്യേറി 7 കുടുംബങ്ങൾ കുടിൽ കെട്ടാൻ ശ്രമിച്ചത്. എന്നാൽ വനവകുപ്പ് ഇത് തടഞ്ഞതോടെ 3 കുടിലുകൾ മാത്രമേ ഇവർക്ക് കെട്ടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്നലെ വൈകിട്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കുടിൽ പൊളിച്ചു മാറ്റുകയായിരുന്നു. ഇതിനിടെ വീരന് മർദ്ദനമേറ്റുവെന്നാണ് പരാതി. ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ UDF ബെന്നി ബെഹനാനു വേണ്ടി പ്രചാരണം ആരംഭിച്ചു. താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾക്ക് പുറമെ ചുവരെഴുത്തുകളുമുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതം. മുകുന്ദപുരം ലോക്സഭാ മണ്ഡലമാണ് 2008 ചാലക്കുടിയായത്. UDFന്റെ അടിയുറച്ച കോട്ട. പക്ഷേ ഇടതട്ടിമറികൾക്കും മണ്ഡലം സാക്ഷിയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഇക്കുറി വർദ്ധിപ്പിക്കാനാകുമെന്നാണ് UDF പ്രതീക്ഷ. ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലം കോൺഗ്രസിന് UDFന് വിജയിക്കാൻ എല്ലാ സാധ്യതയുള്ള നിയോജകമണ്ഡലമാണ്. സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രതികരണത്തിൽ ഞാൻ മുതിരുന്നില്ല. ബെന്നി ബെഹനാനിലൂടെ തന്നെ മണ്ഡലം നിലനിർത്താനാണ് ആലോചന. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെന്ന പോലെ ചാലക്കുടിയിൽ UDFനുമുണ്ട് കുറെ ഇടങ്ങൾ. അതിലൊന്ന് ഇടവൂർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വളരെ മുന്നേ തന്നെ ഇടവൂരിലെ ചുവരുകൾ ബെന്നി ബെഹനാനു വേണ്ടി ഒരുങ്ങി.
നിലവിൽ ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ചുവരിൽ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതാത്തത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ബെന്നിച്ചേട്ടൻ തന്നെയായിരിക്കും ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലെ UDFൻ്റെ സ്ഥാനാർത്ഥി എന്നതിൽ നിലവിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ഒരുപാട് നമ്മൾ പ്രചരണ പരിപാടികളിലായിട്ട് മുമ്പോട്ട് പോകാറുണ്ട്. വീട് കയറുന്ന അടക്കം ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് യുവാക്കളെ പങ്കെടുപ്പിച്ചുള്ള പരിപാടികളാണ് നമ്മൾ കൂടുതലും ആസൂത്രണം ചെയ്യാറും നടപ്പിലാക്കുകയും ചെയ്യാറുള്ളത്. ഇടവൂരിന്റെ രാഷ്ട്രീയ കേന്ദ്രമാണിത്. സത്യവിലാസം ടീ ഷോപ്പ്. തെരഞ്ഞെടുപ്പ് കാലമാകുന്നതോടെ ചൂടുള്ള കടികൾക്കൊപ്പം ചൂടോടെ ചർച്ചകളും. പണ്ടേ മുതലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വന്നിരുന്ന് രസകരമായി പറയുകയും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യും, അതേപോലെ തന്നെ പിരിയും. വളരെ സന്തോഷകരമായിട്ട് രാഷ്ട്രീയം കൈക്കൊള്ളുന്ന നാടാണത്. അങ്ങനെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ കൂടി വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങുകയാണ്. ഇടവൂരിൽ നിന്നും BS രാഹുലിനൊപ്പം അശ്വിൻ പാലാഴി, 24. ഇനിയിപ്പോൾ കിട്ടിയത് ഡൽഹി ചലോ മാർച്ചിനിടെ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ FIR ഇടാതെ പോസ്റ്റ്മോർട്ടം അനുവദിക്കില്ലെന്ന് കർഷകർ. പഞ്ചാബിൽ നിന്ന് കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിലേക്ക്. നേമത്തെ വീട്ടിലെ പ്രസവത്തിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പിടിയിലായ അക്യുപങ്ചറിസ്റ്റ് ഷിഹാബുദ്ദീൻ നിയാസിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനെന്ന അയൽക്കാർ എത്തിയിരുന്നത് അശാസ്ത്രീയ ചികിത്സയ്ക്കെന്നും സംശയം. കർഷക കുടുംബങ്ങളുടെ വാർഷിക കടബാധ്യത വർദ്ധിച്ചെന്ന കേന്ദ്ര സർക്കാരിന്റെ വാർഷിക വിശകലന സർവേ റിപ്പോർട്ട്. 2013 47,000 രൂപയായിരുന്ന കടബാധ്യത 2021 74,121 വർദ്ധിച്ചു. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാകുന്നു.